അവസാനം പറഞ്ഞതേ എനിക്ക് മനസ്സിലായി കേട്ടാ. അല്ല എനിക്ക് മനസ്സിലായി, നീ ആദ്യം പറഞ്ഞത് സഭ്യമായിട്ട് ഓക്കെ, പക്ഷേ ഈ ലാസ്റ്റ് ഉണ്ടല്ലോ അത് നീ എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞത് നീ മനസ്സിൽ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തിനു പറയണം? കേക്കണ്ട. പറഞ്ഞ ആളുടെ മനസ്സിലുള്ള എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കുണ്ട്. ഒന്നുമില്ല കുന്തം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ നന്നാവണം നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഇതെന്ത് സാധനം? ഇത് മറ്റന്നാ പാർട്ടിയുടെ ജില്ലാ സമ്മേളനോ. ഓ ജില്ലാ സമ്മേളനോ? എന്താ ജില്ലാ സമ്മേളനം എന്ന് ചോദിക്കാൻ? അല്ല ജില്ലയിലൊക്കെ നിന്റെ പാർട്ടിക്ക് ആളുണ്ടോ? ഉണ്ടാവൂലേ? നീ വന്നു നോക്കണം. ശംഖുമുഖത്ത് മറ്റന്നാ വാ, കടപ്പുറത്ത് വെച്ചാ പരിപാടി. അപ്പൊ ഇത് നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുമ്പോൾ കൊടുക്കാനാ. സംഗതി മീറ്റിംഗ് നടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ഹാരം കൊടുക്കുക, വലിയ ഹാരം വേണം, ഇത്രയുള്ള ഹാരം വേണം. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഈ ഹാരം പരിപാടി നമുക്ക് ഒഴിവാക്കുക. പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലീറ്റോ ചെയ്തോളാം, പുതിയൊരു പദ്ധതിയാണെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു സംഭവമാണെന്ന്. സ്വാഗതം, പ്രസിഡന്റ് സ്വാഗതം എന്ന് പറയുമ്പോൾ ഞാൻ പതുക്കെ ഇതുകൊണ്ട് ഇതിലിനി തൂവലൊക്കെ വരും കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് നേരെ ഇങ്ങനെ പ്രസിഡന്റ് തലയിലെങ്കിൽ വെച്ചു. അതാ ആദ്യം കാണിച്ചത് ഇങ്ങനെ. അപ്പൊ നിനക്കത് മനസ്സിലായില്ല. ഇതില് തൂവല് വരും. ഒരു കാര്യം ചെയ്യും, 4 ഓറ പച്ചോലയും കൂടെ കുത്തി വെക്കണം, ഇങ്ങനെ നന്നായിരിക്കും. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടി ആവട്ടെ, അപ്പൊ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി തരാം കേട്ടാ. എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നീ പോണതാ പരിപാടിക്ക്? എന്റെ പൊന്നളിയ കോമാളി പോലെ ഉണ്ടാവും, എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? എന്റെ പൊന്നളിയ കഴുത, ഇത് ഞാനല്ല വെക്കണം, ഇത് പ്രസിഡന്റിന് വെച്ചു കൊടുക്കണാണ്. അങ്ങേർക്ക് വെക്കാനാണാ? അങ്ങേർക്ക് ഇതൊക്കെ ചേരും. അല്ല നിനക്ക് രാവിലെ എന്ത് വേറെ പരിപാടിയൊന്നും ഇല്ലേ? പോണ്ടേ ഇന്ന് പോസ്റ്റ് കയറാൻ? പോണം പോവാണ്. ഇതെന്റെ ആക്ടിവിറ്റി ബുക്കിൽ ഒട്ടിക്കാനാ ഡാഡി. ഈ കളർ എനിക്ക് അതിന്റെ അകത്ത് പെയിന്റ് എന്ത് നിനക്ക് പഠിക്കാനുള്ള കളർ വേറെ മേടിച്ചു തന്നിട്ടുണ്ട്, അതവിടെ വെക്ക്. അത് വാട്ടർ കളർ അല്ലേ, എനിക്ക് ഈ കളറാണ്. ഈ കളർ ഇപ്പൊ തൽക്കാലം നീ അത് എടുക്കണ്ട, ആദ്യം എന്റെ ആവശ്യങ്ങൾ കഴിയും. പുറത്തു പോകുമ്പോഴേ 2-3 കാര്യങ്ങൾ ചെയ്യണം. ആദ്യം തന്നെ ഈ മെഷീൻ ഒന്ന് ശരിയാക്കാൻ കൊടുക്കണം. പിന്നെ കുറച്ച് നൂലും സൂചിയും കുന്തവും കുടച്ചക്രവും ഒക്കെ മെഴുകിനെല്ലാം തീർന്നു. നാളെ ചെയ്യോ? ഞാൻ ഒരു കാര്യം നിന്നോട് പറയാൻ വിട്ടുപോയി. എന്താ? ഞാൻ ഈ പുറത്തോട്ട് പോക്കങ്ങ് നിർത്തി. പുറത്തോട്ട് പോക്ക് ഞാനങ്ങ് നിർത്തി. എന്താ? ഇല്ല, ഇനിയിപ്പോ പുറത്തോട്ടൊന്നും പോണില്ലാന്ന് വെച്ച്. പുറത്തോട്ട് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ പൊക്കെ എന്ത് വേണേലും ചെയ്തോ. ഞാനിപ്പോൾ എനിക്ക് അതിനുള്ള സമയമല്ല പൊന്നുമോളെ. എനിക്കിതാ ഇത് തന്നെ മറ്റന്നാളത്തെ സമ്മേളനത്തിന് തന്നെ ഇത് തീരുമെന്നുള്ളതാ ഒരു സംശയം. പ്രസിഡന്റിന് അയ്യോ അത് ചെയ്തു കൊടുക്ക്. 24 മണിക്കൂറും പാർട്ടി കഴിഞ്ഞില്ല. ഇത് കുറെ നേരം തുടങ്ങി. എന്തോ എന്നടി കൊള്ളില്ല. ഇങ്ങനെ വെച്ചിട്ട് കോമാളിയോ? അല്ല മോനെ, അങ്ങനെ പിടിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ പാർട്ടിയുടെ ആരാ വന്നേന്ന്? പാർട്ടിയുടെ ആര് വന്നത്? അടിപൊളി, സൂപ്പർ. എന്റെ പൊന്ന് ക്ലീറ്റോ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ബാക്കി ജോലിയുണ്ട്. കുറച്ച് സീക്വൻസ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്, അതൊക്കെ ഒട്ടിച്ചു വെക്ക്. എന്നിട്ട് അയാൾക്കൊരു മറ്റേ ഇതിന്റെ ഡാൻസിന്റെ ഒരു കോസ്റ്റ്യൂമും കൊടുക്ക്. നീ ഇത് എന്തിട്ട് ഇത്ര വലിയ തയ്പ്പ്? ആർക്കു വേണ്ടിയാ നീ ഇതെന്നത്തേക്കാ നിങ്ങൾ പോണത്? എന്നാ വന്നത്? 9-ാം തീയതി മറ്റന്നാ. ഞാൻ രാവിലെ പറഞ്ഞത് നീ കേട്ടില്ലേ കനകനോട്? 9-ാം തീയതി എന്ന് പറഞ്ഞ മറ്റന്നാളാണോ? 9-ാം തീയതി മറ്റന്നാളല്ല, അതിന്റെ അടുത്ത ദിവസം. നിങ്ങളോട് ഞാൻ 9-ാം തീയതിയിലെ കാര്യം പറഞ്ഞിട്ടുണ്ടായോ? മറ്റന്നാളത്തെ കാര്യം. ഇതാര് കൊണ്ടൊന്ന് കൊടുക്കും? ഇതാരയാളുടെ തലയിലോട്ട് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇത് ഞാൻ അയാളുടെ തലയിൽ വെച്ചോ, എനിക്കെന്താ പോകാൻ വയ്യാത്തെ? ആണോ? അപ്പൊ കൊച്ചിന്റെ സ്കൂളിൽ ആര് പോവും? കൊച്ചിന്റെ സ്കൂളിൽ നീ പോണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ ക്ലീറ്റോനോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം കൂടെ ഞാൻ പോവുള്ളൂ എന്ന്. ഇത് ഞാൻ ക്ലീറ്റോനോട് 1 മാസം മുമ്പ് പറഞ്ഞേക്കണതാ. ഒരു കാര്യം ചെയ്യും, ഇനി എന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് ആ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കാൻ പറ. അതിന്റെ അടുത്ത ദിവസം വെക്കാൻ പറ, ഞാൻ വരാം. കുടുംബത്തെ കാര്യം ചെയ്തിട്ട് വേണോ ക്ലീറ്റോ? ഒരുമാതിരി വേഷം കിട്ടു കാണിക്കല്ലേ.
നീ മര്യാദയ്ക്ക് വേണമെങ്കിൽ മീറ്റിങ്ങിന് പോകോളൂ. എന്നെ പ്രതീക്ഷിച്ചിരിക്കണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. തന്നെ പോകും ഇവിടുന്ന്. ആ തന്നെ പോവും. നീ അങ്ങനെ നോക്കിയിരുന്നാ മതി. തന്നെ നോക്കണ്ട, ഇത് ഞാൻ നോക്കി തന്നെ വാങ്ങിച്ചതാ. എണീറ്റ് അങ്ങനെ പോ. ഒരു പണിയില്ല. തള്ളേ മോളും കൂടെ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. ശല്യപ്പെടുത്തിയാണ്. പിന്നെ 9-ാം തീയതി നീ എന്നെ പ്രതീക്ഷിക്കേണ്ട. മീറ്റിങ്ങിന് നീ പൊക്കോണം. ആണോ അല്ല പെണ്ണ്? എനിക്ക് പണിയുണ്ട്. എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഞാനല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടാക്കും? നീ കത്തിക്കും. പിന്നെ കത്തിക്കുമെങ്കിൽ ഈ വീട് മുഴുവനും ഞാൻ കത്തിക്കും. കൊച്ചു വേണ്ട, തള്ളേ വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട. പാർട്ടി പാർട്ടി പാർട്ടി. എനിക്ക് എന്റെ പാർട്ടി തന്നെയാണ് വലുത്. ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിങ്ങൾക്ക്? എനിക്ക് സൗകര്യം ഇല്ല എന്ന് ഞാൻ പറയാം. സൗകര്യം ഇല്ല. എനിക്ക് എന്റെ പാർട്ടി തന്നെയാണ് വലുത്. കുറെ നാളായിട്ട് നീ എന്നല്ലേ സ്കൂളിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണേ. എന്താണ് അത്? ഇപ്പൊ പറ്റൂല. അടുത്തതിനാവട്ടെ. ഞാൻ എപ്പോ ഏറ്റു? ഞാൻ നോക്കാന്നേ പറഞ്ഞോളൂ. കളിക്കരുത് നീ കേട്ടാ. എനിക്കിത് ജോലി തീർത്ത് വയ്ക്കാനുണ്ട്. പക്ഷെ എന്തേലും ചെയ്യാതിരുന്ന സമ്മതിക്കൂലെന്ന് വെച്ച ഇത് രാവിലെ മുതൽ ഞാൻ ചെയ്ത് തീർത്തേനെ. അതിനിടയ്ക്ക് 100 കാര്യങ്ങളാണ്. അത് വേണം, ഇത് വേണം. എന്റെ തങ്ക, നീ അതും എടുത്ത നീ തലയിൽ വെക്കണ്ട. അതെ, ഒരിക്കത് എന്റെ നാഴിയൊക്കെ എടുക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് ഞാൻ ദൈവമേ, ആ നാഴിയിലൊക്കെ പെയിന്റ് ആക്കി നിങ്ങൾ എങ്ങനെയാ കൊല്ലും? ഞാൻ ക്ലീൻ ചെയ്ത് തരാം. വേണ്ട, ക്ലീൻ ചെയ്യണ്ട. ഇത് പെയിന്റ് ചെയ്യാനുള്ള ഞാനേ പിന്നല്ലാണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ലേ? എനിക്ക് പറ്റില്ല. മലയാളത്തിലെ പറ്റില്ല. ഇതിന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഞാൻ തട്ടിപ്പൊളിക്കുന്നു. കാണിച്ചു പാർട്ടി പരിപാടി വിട്ടിട്ടുള്ള പരിപാടിക്ക് ഞാനില്ല. ഒന്നുമില്ല. വളരെ മെഷീനും പോയി. എന്റെ ദൈവം, എനിക്ക് പറ്റൂല. അങ്ങനെ തന്നെ വേണോ നിന്റെ മെഷീൻ പോകണം? എന്റെ മെഷീൻ ഒരു കുഴപ്പമില്ല. നിന്റെ കാലേ ചവിട്ടാൻ പറ്റാതാ കൂടി. ഞാൻ സഹിച്ചു. മീറ്റിംഗ് അവളെ സ്കൂളാണ് അവൾക്ക് വലുത്.